അങ്ങനെ നമ്മൾ 2020 വേൾഡ് കപ്പ് 2026 തൂക്കിയിട്ടുണ്ട്. നല്ല കിടിലം മത്സരമായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. 1,26,25,000 പേര് മിച്ചം ആ സ്റ്റേഡിയത്തിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നിറഞ്ഞ ആൾക്കാര്. അതിന്റെ ഇടയിൽ ഇന്ത്യ മത്സരിക്കാൻ പോകുന്നു ന്യൂസിലൻഡിനെതിരെ. ടോസ് കിട്ടുന്ന ന്യൂസിലൻഡ് ഇന്ത്യനെ ബാറ്റിങ്ങിന് വിടുന്നു. പതിവ് പോലെ ഇന്ത്യൻ ഓപ്പണേഴ്സ് അടിച്ചു പൊളിക്കുന്നു. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ തകർത്തു വാരി, ഒന്നും പറയാനില്ല. അഭിഷേക് ശർമ്മ ഫോം ഔട്ടായി നിന്ന് അഭിഷേക് ശർമ്മ വരെ നന്നായിട്ട് കളിച്ചു, ഒരു ഹാഫ് സെഞ്ചുറി നേടി. സഞ്ജു സാംസൺ ഒട്ടും മോശമാക്കിയില്ല. അടിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചടിച്ചടിച്ചടിച്ച് പത വരുത്തി. കാരണം ന്യൂസിലൻഡിനെതിരെ നടന്ന 2020 5 മത്സരങ്ങളിൽ പരാജിതനായ ആ മനുഷ്യന്റെ വിഷമം എന്താന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹം നീറി 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 അവസാനം ഈ ലോകകപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഫൈനലി ന്യൂസിലൻഡ് വന്നു. എന്തായാലും ന്യൂസിലൻഡിനെ അടിച്ച് പഞ്ഞി കിട്ടു. 8 എണ്ണം പറഞ്ഞ 6ഉം 5 4കളും. മാത്രമല്ല ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയത് സഞ്ജു സാംസൺ ആണ്. ICC പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് നേടിയത് സഞ്ജു സാംസൺ ആണ്. എന്താ അല്ലേ? മാത്രമല്ല ഈ വേൾഡ് കപ്പിൽ 2 തവണ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് സഞ്ജു സാംസൺ ആണ്. എവിടെയൊക്കെ തഴയപ്പെട്ടത് തന്നാലും നമ്മള് എന്നാ പറയുന്നത്, ദൈവം തമ്പുരാൻ കൂടെ ഉണ്ടോ, കൂടെ ഹാർഡ് വർക്ക് ഉണ്ടോ, ഉറപ്പായിട്ടും ഏറ്റവും മുന്നിലെത്തുമെന്ന് പറയുന്നതിന് ഒരു ഉദാഹരണമാണ് സഞ്ജു സാംസൺ. എന്നാ മാച്ച് ആയിരുന്നു, നല്ല എണ്ണം പറഞ്ഞ മാച്ച്. ആർക്കും ഒരു കുറ്റം പറയാനില്ലാത്ത കളിയായിരുന്നു സഞ്ജു സാംസൺ കളിച്ചത്. ബാക്കി പറയാനാണെങ്കിൽ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റിന് ശേഷം വന്ന ഇഷാൻ കിഷൻ തീപ്പൊരി പ്രകടനം, ഒരു രക്ഷയില്ല. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയുന്ന എണ്ണം പറഞ്ഞ അടിയായിരുന്നു. സഞ്ജുവിനൊപ്പം ചേർന്ന് 100 റൺസിന് മേളിൽ പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. നല്ല സൂപ്പർ മാച്ച് ആയിരുന്നു. റൺസ് കയറ്റാനുള്ള തിടുക്കത്തിന്റെ ഇടയ്ക്ക് ഇഷാൻ കിഷന്റെ വിക്കറ്റ് പോയി. പിന്നീട് വന്നത് നമ്മുടെ സൂര്യകുമാർ പിന്നെ 2-3 വിക്കറ്റ് പടപടേന്ന് പോയി. എന്താ പറയാ, സഞ്ജുവിന്റെ വിക്കറ്റ് പോയി 89. സഞ്ജു സെഞ്ചുറി അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ പുള്ളി സെഞ്ചുറിക്ക് വേണ്ടിയല്ല കളിക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ പുള്ളി ടീമിന് വേണ്ടിയാണ്. ടീമിന് വേണ്ടിയുള്ള കളിയിൽ റൺസ് കയറ്റാനുള്ള സമയത്ത് വിക്കറ്റ് പോയി. അതേ തുടർന്ന് വന്ന സൂര്യകുമാർ പോയി. പിന്നെ വന്ന വിക്കറ്റുകൾ, ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് പെട്ടെന്ന് പോയി. പക്ഷേ അവിടെയും തീർന്നില്ല. ഒന്ന് സ്ലോ ആയപ്പോഴത്തേക്കും ശിവൻ ദുബെ വന്ന് അവസാനം അടിച്ച് അങ്ങ് തീർക്കാൻ വന്നു. തിലക് വർമ്മയുടെ ഇന്നിങ്സും അടിപൊളിയായിരുന്നു. പക്ഷെ തിലക് വർമ്മ ഒരു ചക്കല ഒന്ന് സ്ലോ ആയി. പക്ഷെ ശിവൻ ദുബെയാണ് കളി തൂക്കിയത്. അവസാനമായപ്പോഴത്തേക്കും വെൽ പ്ലേഡ് ബാറ്റിംഗ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. അതിനുശേഷം എന്താ പറയാ, ന്യൂസിലൻഡ് ബാറ്റിങ്ങിന് കയറി. ഇന്ത്യ 255 റൺസ് ആണ് മൊത്തം സ്കോർ ചെയ്തത്. അത് ഓർക്കണം, വലിയ റൺസ്. കഴിഞ്ഞ കളിയും അതുപോലെ തന്നെ 250 മുകളിൽ റൺസ് ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ നേടിയതാണ്. അതിനുശേഷം എന്തായാലും ബോളിംഗ് വന്നു. ന്യൂസിലാൻഡ് ഓപ്പണേഴ്സ് സീഫർട്ടും ഫിന്നലനും തീപ്പൊരി ബാറ്റ്സ്മാൻമാരാണ്. പക്ഷേ അധികം നേരം നിർത്തിയില്ല. ഫിന്നലന്റെ വിക്കറ്റ് പോയി. പിന്നെ പുറകെ രച്ചിൻ രവീന്ദ്ര, അങ്ങനെ വിക്കറ്റുകൾ കൊഴിഞ്ഞ് അവസാനം സീഫർട്ടായിരുന്നു കുറച്ച് ആക്രമണം നടത്തിയിരുന്നത്. സീഫർട്ടിന്റെ വിക്കറ്റും പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിന് അപ്രാപ്യമായ ഒരു സ്കോറായി പോയി ഇന്ത്യ അടിച്ച ആ റണ്ണ്. എന്തായാലും ന്യൂസിലൻഡ് എത്തത്തില്ല എന്നുള്ളത് ഏകദേശം മനസ്സിലായി. എങ്കിലും അവരുടെ ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ, അതുപോലെ തന്നെ ഡാരൽ മിച്ചൽ, രണ്ടുപേരും നിന്ന് കുറച്ചു നേരം സ്കോറൊക്കെ ഉയർത്തി. അതിന്റെ ഇടയ്ക്ക് ഡാരൽ മിച്ചലും അർഷദീപ് സിംഗും തമ്മിൽ ചെറിയൊരു കോർക്കലുണ്ടായി. കളിയാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു രസലൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമല്ലേ. അപ്പൊ എന്തായാലും അതിനുശേഷം ഇനി എടുത്തു പറയേണ്ടത് ബുംറയുടെ കാര്യമാണ്. 4 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. അതിൻ്റെ അകത്ത് 3ഉം കിണ്ണൻ യോർക്കറിലൂടെ ബൗൾഡാക്കി. എന്നാ സുന്ദരമായ ബോളിംഗ് ആയിരുന്നു അറിയോ. അത് മാത്രമല്ല ഈ ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ചും ജസ്പ്രീത് ബുംറ ആയിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് അർഹിച്ച ഒരു അവാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ട് കഴിഞ്ഞ മത്സരത്തിലാണല്ലോ, അദ്ദേഹത്തിന്റെ ഓവറിലാണ് കളി നമുക്ക് കിട്ടിയത്. എന്തായാലും ഈ ഒരു മത്സരം നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്കധികം സന്തോഷമുണ്ട്. 2026 ICC T20 വേൾഡ് കപ്പ് നമ്മൾ തൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ വേൾഡ് കപ്പും ഇന്ത്യ തന്നെയാണ് തൂക്കിയത്. അതിനുശേഷം അടുത്തത് തുടർച്ചയായിട്ട് നമ്മൾ നേടി. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സഞ്ജു സാംസന്റെ കാര്യം ഓർക്കുമ്പോഴാണ് കേട്ടോ. തഴയപ്പെട്ട് നിന്നിരുന്ന മനുഷ്യൻ അവസാനം കിട്ടിയ ചാൻസ് എന്താ പറയുക, ഡബിൾ ധമാക്ക എന്ന് പറഞ്ഞ പോലെ മുതലാക്കി. കിടുക്കം മത്സരമായിരുന്നു, പറയാതിരിക്കാൻ മേല. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചിരുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ എവിടെ പോയെന്നറിയത്തില്ല. കുറെ ആൾക്കാർ നന്നായിട്ട് വിമർശിച്ചു, നല്ല വിമർശനങ്ങൾ നടത്തിയ ആൾക്കാരുണ്ടായിരുന്നു. അവര് എപ്പോഴും എന്താ പറയുക, നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി സംസാരിക്കുന്ന ആൾക്കാരാണ്. അതല്ലാതെ വെറുതെ വറുത്ത് കോരി സർജറി ചെയ്ത് ആ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഇതിലെ പോയെന്നറിയത്തില്ല. എന്തായാലും എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു. ഇന്ത്യ കപ്പടിച്ചിരിക്കുന്നു. നല്ല കിട്ടുക്കം മത്സരമായിരുന്നു. ഒരാളുടെ പേര് പറയാൻ മറന്നുപോയി, അക്ഷർ പട്ടേൽ. ഈ ടൂർണമെന്റിൽ
അദ്ദേഹം ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ 2 സൂപ്പർ ക്യാച്ച് ഉണ്ടായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ എന്താ പറയാ, ന്യൂസിലാൻഡ് ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇമ്പാക്ട് പ്ലെയർ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പറയാതിരിക്കാൻ മേല. നല്ല ഒരു നല്ലൊന്നാന്തരം പ്ലെയർ ആണ് അക്ഷർ പട്ടേൽ. ശരിക്കും അണ്ടർ റേറ്റഡ് പ്ലേയേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരാളാണ് അക്ഷർ പട്ടേൽ. അങ്ങനെ അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കേണ്ട ഒരാളല്ല. അത്രയ്ക്ക് ഒരു ബാറ്റിംഗ്, ബോളിംഗ്, ഫീൽഡിംഗ് എല്ലാത്തിൻ്റെ അകത്തും പുള്ളിയുടെ ഒരു പങ്ക് പറയാതിരിക്കാൻ മേല. ഇഷാൻ കിഷന്റെ ഇന്നത്തെ ഫീൽഡിങ് അടിപൊളിയായിരുന്നു. ഓടി നടന്ന് പിടിക്കുകയായിരുന്നു. എന്തായാലും കളി നമ്മൾ തൂക്കി, കപ്പും നമ്മൾ തൂക്കി, സന്തോഷമായി, അടിപൊളി. എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി IPL പോകും. അത് 2 മാസം കഴിഞ്ഞിട്ട് മറ്റോ ഉള്ളൂ. എന്തായാലും ഇനി വരാൻ പോകുന്ന IPL ആണ്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ പിന്നെ. ഇപ്പൊ കപ്പടിച്ചതിന്റെ സന്തോഷം, ഭയങ്കര സന്തോഷം. ഞാനും സന്തോഷം, നിങ്ങളും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ.